ആ ധർമ്മം എന്ന വാക്കിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അതിന് പല അർത്ഥങ്ങളുണ്ട് തോന്നുന്നത്. സത്യത്തിൽ ഒരർത്ഥമേ ഉള്ളൂ. ഒരു വീട്ടിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അച്ഛൻ്റെ ധർമ്മം, അമ്മയുടെ ധർമ്മം, മക്കളുടെ ധർമ്മം, അങ്ങനെ ധർമ്മം ആ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറി മാറി വരും. യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അർജുനനെ സംബന്ധിച്ചിടത്തോളം ധർമ്മം. ആ ധർമ്മത്തിന് നിയോഗിക്കപ്പെട്ട ആൾ മറ്റൊരു ധർമ്മം ചെയ്യുകയാണ്. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. സർ, നമ്മൾ ഗീത വായിക്കുന്ന സമയത്ത് അവിടെ പലയിടങ്ങളിലായിട്ട് ഈ ധർമ്മം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്ത് വരുമ്പോഴും ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മാറുന്നുണ്ട്. ശരിക്കും ഗീത ധർമ്മം എന്ന വാക്കിന് കൊടുക്കുന്ന അർത്ഥം എന്താണ്? ആ ധർമ്മം എന്ന വാക്കിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അതിന് പല അർത്ഥങ്ങളുണ്ട് തോന്നുന്നത്. സത്യത്തിൽ ഒരർത്ഥമേ ഉള്ളൂ. ഭഗവത്ഗീത നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ഭഗവത്ഗീതയെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഭഗവത്ഗീത തുടങ്ങുന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ മമക പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ, അങ്ങനെയാണ് എൻ്റെ ആൾക്കാരും പാണ്ഡവരെന്താ ചെയ്തത്. ആ ശ്ലോകം തുടങ്ങുന്ന ആ ഒരു വാക്ക് ധർമ്മം എന്നുള്ളതാണ്. ഇനി നമ്മൾ ഭഗവത്ഗീതയുടെ ഏറ്റവും അവസാനത്തെ ശ്ലോകം നോക്കുക. എത്ര യോഗേശ്വര കൃഷ്ണോ തത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ബോധിർ ധ്രുവാനീതിർ മതിർ മമ. ആദ്യത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വാക്കും അവസാനത്തെ ശ്ലോകത്തിലെ അവസാനത്തെ വാക്കും നമ്മൾ നോക്കുക. ആദ്യത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വാക്ക് ധർമ്മം, അവസാനത്തെ ശ്ലോകത്തിലെ അവസാനത്തെ വാക്ക് മമ. ഇത് രണ്ടും ചേർത്ത് വയ്ക്കുക. മമ ധർമ്മ, എൻ്റെ ധർമ്മം എന്ത്, അതിനെക്കുറിച്ചാണ് ഭഗവത്ഗീത പറയുന്നത്. ധർമ്മം എന്നുള്ളത് ധരിച്ചിരിക്കുന്നതെന്തോ അതാണ് ധർമ്മം. തീയിനെ സംബന്ധിച്ചിടത്തോളം ധരിച്ചിരിക്കുന്നത് ചൂടും വെളിച്ചവുമാണ്. ഐസിനെ സംബന്ധിച്ചിടത്തോളം തണുപ്പാണ്. ഏതൊന്നാണോ അതിൽ നിന്നും എടുത്തു മാറ്റിയാൽ അതിൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാതാകുന്നത് അതാണ് ധർമ്മം. ധരിച്ചിരിക്കുന്നതെന്തോ അതാണ് ധർമ്മം. അപ്പോൾ ഒരു അർജുനനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ധരിച്ചിരിക്കുന്നത് യോദ്ധാവ് എന്നുള്ള രീതിയിലുള്ള ധർമ്മമാണ്. ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം കേസ് പറയുന്ന ധർമ്മമാണ്. അയാൾക്ക് കേസ് പറയാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ അയാൾ വക്കീലല്ല. യുദ്ധം ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ യോദ്ധാവല്ല. ഇതുപോലെ ഓരോരുത്തർക്കും ഉണ്ട് ധർമ്മം. എങ്ങനെയാ ഒരു വീട്ടിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അച്ഛൻ്റെ ധർമ്മം, അമ്മയുടെ ധർമ്മം, മക്കളുടെ ധർമ്മം, അങ്ങനെ ധർമ്മം ആ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറി മാറി വരും. ധരിച്ചിരിക്കുന്ന എന്തോ അതാണ് ധർമ്മം. അപ്പം അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഈ ധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് നമ്മൾക്ക് ഓരോരുത്തർക്കും ആപ്ലിക്കബിൾ ആവുന്നത്. അവനവൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നത് വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് വരുന്ന സംശയങ്ങളും തളർച്ചകളിൽ നിന്നൊക്കെ നമ്മളെ മോചിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ട് അതുകൊണ്ടാണ് ഭഗവത്ഗീത നമ്മൾ കണക്കാക്കുന്നത്. സർ, നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരു സമയം എത്തുമ്പോൾ അർജുനൻ പറയുന്നുണ്ട്, അർജുനന്റെ കർമ്മം എന്താ, യോദ്ധാവാണ്. പക്ഷെ ആ ധർമ്മം, അതായത് എനിക്കിനി യുദ്ധം ചെയ്യണ്ട, ആ ധർമ്മം വേണ്ട എന്ന് വെച്ചിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും തെറ്റായ ധർമ്മം, ശരിയായ ധർമ്മം എന്നൊന്നുണ്ടോ? ധർമ്മം, ഒരാൾ ധർമ്മം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ശരിയും തെറ്റുമില്ല. അത് നമുക്ക് വ്യാധഗീത അതിൽ നിന്ന് മനസ്സിലാവും. വ്യാധൻ എന്ന് പറഞ്ഞാൽ ഇറച്ചി വെട്ടുകാരനാണ്. അപ്പോൾ അത് വേറൊരു ആംഗിളിൽ നോക്കുമ്പോൾ അധർമ്മമായിട്ട് തോന്നാം. പക്ഷെ വ്യാധനെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ ധർമ്മമാണ്. ഇറച്ചി വെട്ടി അത് വിറ്റ് കാശാക്കി ഫാമിലിയെ പോറ്റുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം ധർമ്മമാണ്. അത് അയാൾ ചെയ്യുന്നു. അയാൾ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അയാൾക്ക് ആ പണി ചെയ്യാൻ പറ്റില്ല. ഇറച്ചി വെട്ടുന്ന ഒരാൾ, അയാളിങ്ങനെ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി, ഞാൻ ചെയ്യുന്ന പാപമല്ലേ, ഈ ഒരു ജീവിയെ ഞാൻ കൊന്ന് അത് വിറ്റ് കൊടുക്കുന്ന ആ വിറ്റ് കിട്ടുന്ന കാശ് രക്തം പുരണ്ട പണമല്ലേ, ഇതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിന് പോറ്റിക്കഴിഞ്ഞാൽ അവർക്കും ആ പാപം വരില്ലേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ അയാൾക്ക് ആ പണി ചെയ്യാൻ പറ്റില്ല. ഒരു പട്ടാളക്കാരൻ
ഈ ശത്രു രാജ്യത്തുള്ള ഒരു പട്ടാളക്കാരനെ വെടിവെച്ച് കൊല്ലുമ്പോൾ അയാൾ ചിന്തിക്കുകയാണ്, അയാൾക്കും ഒരു ഫാമിലി ഉണ്ടല്ലോ, അയാൾക്കും കുട്ടികളുണ്ടല്ലോ, ഞാൻ കൊന്നു കഴിഞ്ഞാൽ ആ കുട്ടികളും ആ ഫാമിലിയും അനാഥരാവില്ലേ, എനിക്ക് ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി എത്രത്തോളം വിഷമിക്കുമോ അത്രത്തോളം അവരും വിഷമിക്കില്ലേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ പണി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അർജുനോട് പറഞ്ഞത്, എഴുന്നേൽക്ക്, യുദ്ധം ചെയ്യ്. യുദ്ധഭൂമിയിൽ തളർന്ന അർജുനൻ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തത്വം പറയുന്നുണ്ട്. നജ ശ്രേയാനു പശ്യാമി ഹത്വാ സ്വജനവാഹവേ എന്ന് പറയുന്നുണ്ട്. സ്വജനങ്ങളെ കൊന്നിട്ട് എനിക്കൊരു ശ്രേയസ് വേണ്ട, എനിക്ക് രാജ്യം വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ എല്ലാവരെയും കൊന്നൊടുക്കിയിട്ട് ഈ രാജ്യമൊക്കെ നേടിക്കഴിഞ്ഞാൽ എനിക്കെങ്ങനെ സമാധാനം ഉണ്ടാവും എന്ന് കൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്നുണ്ട്. അപ്പം കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, നീ ഒരു സന്യാസിയെ പോലെ സംസാരിക്കുന്നു, നീ ആരാണ്? യോദ്ധാവാണ്. യോദ്ധാവിൻ്റെ വേഷമിടുകയും സന്യാസിയെ പോലെ സംസാരിക്കുകയും ചെയ്യുക, അത് നിനക്ക് യോജിച്ചതല്ല. എഴുന്നേൽക്ക്, യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അർജുനനെ സംബന്ധിച്ചിടത്തോളം ധർമ്മം. ആ ധർമ്മത്തിന് നിയോഗിക്കപ്പെട്ട ആൾ മറ്റൊരു ധർമ്മം ചെയ്യുകയാണ്. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ശ്രേയസ് സ്വധർമ്മം ചെയ്യുമ്പോഴാണ് ശ്രേയസ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നിയോഗിക്കപ്പെട്ട ആ സ്ലോട്ടിൽ നിന്ന് നമ്മൾ കളിക്കുമ്പോഴാണ് അതാണ് ശ്രേയസ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മോഹൻലാൽ നല്ലൊരു നടനാണ് അല്ലേ, നമ്മളൊക്കെ ആരാധിക്കുന്ന നടനാണ്. ആ മോഹൻലാലിനെ പിടിച്ച് നിങ്ങൾ 2020 ക്രിക്കറ്റ് കളിക്കാൻ നിയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് അദ്ദേഹത്തിൻ്റെ ധർമ്മമല്ല. അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ആ ധർമ്മത്തെ ഒരു പ്രൊഫഷനായിട്ട് എടുത്തപ്പോൾ അദ്ദേഹത്തിന് അത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റി. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നാച്ചുറലായിട്ട് വരുന്നതാണ്. അദ്ദേഹം നാച്ചുറലായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കും അത് നാച്ചുറലായിട്ട് കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നത് അത് നാച്ചുറലായിട്ട് വരുന്നത് കൊണ്ടാണ്. അപ്പം അത് ധർമ്മം അവനവന് പറ്റിയ ധർമ്മം അവനവൻ ചെയ്യുക. ഒരു പോലീസുകാരൻ അയാളുടെ ധർമ്മം എന്താണ്? ആളുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അയാൾ ഒരു പ്രായമുള്ള ആളെ കണ്ട, അയ്യോ ചേട്ടാ നമസ്കാരം എന്ന് പറഞ്ഞ് കാൽക്കൽ വീണ് നമസ്കരിച്ചാൽ എങ്ങനെയുണ്ടാവും? അത് എത്രാണ്ട് ഓക്വേർഡാണോ അത്രാണ്ട് ഓക്വേർഡാണ് അവനവൻ്റെ ധർമ്മം ചെയ്യാതിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ധർമ്മം നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നാണോ? നമ്മുടെ ധർമ്മം നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും സാധ്യമല്ല. നമ്മളൊക്കെ ഓരോ സ്ലോട്ടിൽ എത്തിപ്പെടുന്നതാണ്. അതൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. എന്തുകൊണ്ട് ഭഗവത്ഗീത ഭീമന് ഉപദേശിച്ചില്ല? പാണ്ഡവരിൽ വേറെയും കുറേ ആൾക്കാരുണ്ടല്ലോ. എന്തുകൊണ്ട് അർജുനന് ഉപദേശിച്ചു? അർജുനൻ അതിന് നിയോഗിക്കപ്പെട്ടവനാണ്. നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് പലപ്പോഴും ധർമ്മവും. നമ്മൾ തിരഞ്ഞെടുക്കും. എങ്ങനെ? നമ്മൾക്കതിൽ ടേസ്റ്റ് വരുമ്പോൾ. ആ ടേസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? ഒരു മ്യൂസിക് പ്രൊഫഷൻ ഒരാൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അയാൾക്ക് പാടാനുള്ള കഴിവുണ്ടാവണ്ടേ? ആ കഴിവ് എങ്ങനെയാണ് വരുന്നത്? ഒരു പാട്ടും പാടാൻ കഴിവില്ലാത്ത ഒരാളോട് നിങ്ങൾ മ്യൂസിക് ടീച്ചറാവ് എന്ന് പറഞ്ഞ് അയാളെ നമ്മൾ പാട്ട് പഠിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അയാൾക്ക് പാടാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ നിയന്ത്രണത്തിലാണ്. ആ അദൃശ്യ ശക്തി നിശ്ചയിക്കുന്നതിനനുസരിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ധർമ്മം തിരഞ്ഞെടുക്കുന്നതും. ചിലപ്പോൾ ഇപ്പോൾ ഡോക്ടറാവാൻ വേണ്ടി MBBS പഠിക്കുന്നുണ്ട്. അച്ഛനും അമ്മയുടെയും ഇഷ്ടപ്രകാരം മക്കളെ ഇരുത്തി പഠിപ്പിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടികൾ കഷ്ടപ്പെടും. അച്ഛനും അമ്മയ്ക്കും വേണ്ടി കഷ്ടപ്പെട്ട് MBBS ഒക്കെ പഠിച്ച് ഇനി അഥവാ ഡോക്ടറായി എന്ന് തന്നെ വയ്ക്കാം, അവർക്ക് ആ പ്രൊഫഷനിൽ നിൽക്കാൻ പറ്റില്ല. എത്രയോ നമ്മളിപ്പോൾ ന്യൂജനായിട്ടുള്ള ഒരുപാട് ഫിലിം ഡയറക്ടേഴ്സ് ഉണ്ട്. BTech MTech ഒക്കെ കഴിഞ്ഞ ആൾക്കാർ ഇല്ലേ? അവരെന്തുകൊണ്ട് ആ പ്രൊഫഷന് വിട്ടെറിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു? അത് ആ ധർമ്മം അവരെ പുഷ് ചെയ്യും. ആ പുഷ് ചെയ്യുമ്പോൾ അവർ കറക്റ്റ് സ്ലോട്ടിൽ വീഴുമ്പോഴേ അവർക്കൊരു സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ആവും. അങ്ങനെ റെസ്റ്റ്ലെസ്സായി ആർക്കോ വേണ്ടി MBBS ഒക്കെ പഠിച്ചൊരു ഡോക്ടറായി കഴിഞ്ഞാൽ അവർക്ക് ഒരു കാലത്തും ആ പ്രൊഫഷനിൽ ശോഭിക്കാൻ പറ്റില്ല. അവരെ കൊണ്ട് നാട്ടുകാർക്ക് ശല്യമായിരിക്കും. കാരണം അവർക്ക് 100% അവരെ ഇടാൻ പറ്റില്ല, അതിൽ ഇടാൻ പറ്റില്ല അവർക്ക്. അതാണ് ഭഗവത്ഗീതയിൽ ആ ശ്ലോകം പറയുന്നത്, യത് കരോഷി യദശ്നാസി
യജുഹോഷിദാസ്യത് എന്ന് പറയുന്ന ശ്ലോകം. എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അത് ഈശ്വരാർപ്പണമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു അർപ്പണ മനോഭാവം വരണ്ടേ? ആ മനോഭാവം ഇല്ലാത്തടത്തോളം കാലം അത് പറ്റില്ല. ആ മനോഭാവം എങ്ങനെയാണ് വരുന്നത്? അത് പ്രകൃത്യാലാണ് വരുന്നത്. അത് ഏതോ ഒരു അദൃശ്യ ശക്തി നമ്മളിൽ അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. യേശുദാസ് നന്നായി പാടും. യേശുദാസിനോട് മോഹൻലാൽ അഭിനയിക്കുന്ന പോലെ അഭിനയിക്കാൻ പറഞ്ഞാൽ നടക്കുമോ? നിങ്ങൾ നന്നായി പാടുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ നിങ്ങൾ ഇതുപോലെ അഭിനയിക്കാത്തതെന്ന് ചോദിച്ചാൽ പറ്റില്ല. അത് ധർമ്മം എന്നുള്ളത് അത് പൂർവ്വനിശ്ചിതമാണ്. അത് തലയിലെഴുത്ത് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ കാര്യം. ഇത് പ്രകൃതി നിശ്ചയിക്കുന്നതാണ്. അത് നമ്മൾ ഇനി തിരഞ്ഞെടുത്താൽ തന്നെ നമ്മൾക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. അപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, എപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അപ്പം മനസ്സിലാക്കിക്കൊള്ളണം ഇതെൻ്റെ ധർമ്മമല്ല. അപ്പം നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. എനിക്ക് പറ്റിയ പണി ഏതാണ് എന്നുള്ളത് അനലൈസ് ചെയ്ത് ആ രീതിയിലുള്ള കർമ്മങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൽ നമുക്ക് ശോഭിക്കാൻ പറ്റും.